വരുന്നു ഇന്ത്യയുടെ ആവനാഴിയിൽ പുതുപുത്തൻ കരുത്ത്. അത്യാധുനിക ബ്രഹ്മാസ്ത്രം എന്ന് വിളിപ്പേരുള്ള ഈ കരുത്തിനെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. വരുന്ന ജാനുവരി 26 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ്. ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന ആകർഷണമാകുക നമ്മുടെ ഈ ഭീമൻ ആയുധമായിരിക്കും. ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ. അതെ, ഈ വമ്പൻ ആയുധത്തെ അവതരിപ്പിക്കാനാണ് ഇന്ത്യ മഹാരാജ്യം ഒരുങ്ങുന്നത്. ആധുനിക ബ്രഹ്മാസ്ത്രം എന്നാണ് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനത്തെ അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള വളർച്ചയെയാണ് എടുത്തു കാണിക്കുന്നത്. ഇത് വെറും ഒരു സാധാരണ ആയുധമായി കണക്കാക്കാനാകില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിലെ പ്രധാന വ്യവസായ പങ്കാളികളുമായി സഹകരിച്ച് നമ്മുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ എന്നത്. എന്തിനാണ് ഇന്ത്യക്ക് ഈ ഒരു ആയുധം? പറഞ്ഞുതരാം. ഈ ആയുധം ഒരു സങ്കീർണമായ ബൂസ്റ്റ് ഗ്ലൈഡ് ഹൈപ്പർസോണിക് സിസ്റ്റമാണ്. ഇത് കപ്പൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മിസൈലുകൾ അന്തർവാഹിനി കപ്പലുകളെയും അതുപോലെ തന്നെ ഡിസ്ട്രോയറുകളും അടങ്ങുന്ന ഉയർന്ന മൂല്യമുള്ള നാവിക ആസ്തികളെ വളരെ വലിയ ദൂരത്തു നിന്നും നിർവീര്യമാക്കുമെന്നത് ഇവയുടെ എടുത്തു പറയേണ്ട ഒരു മികവാണ്. ഈ അത്യുഗ്രൻ ആയുധത്തിന് മാക് 10 വരെയാണ് വേഗതയുള്ളത്. അതായത് സെക്കൻഡിൽ ഏകദേശം 3.37 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകുമെന്നതാണ്. ഇത്രയും അത്യുഗ്രൻ വേഗത കൈവരിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഈ മിസൈലുകളെ തടയാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് എന്നത് എടുത്തു തന്നെ പറയണം. ഹൈപ്പർസോണിക് വേഗതയിൽ പറക്കുന്നത് കൊണ്ട് തന്നെ ഈ മിസൈലുകളുടെ പുറം ചട്ട വളരെ വേഗത്തിൽ ചൂടുപിടിക്കും. 2000 ഡിഗ്രി സെൽഷ്യസ് കവിയുന്ന തീവ്രമായ താപനിലയെ നേരിടാൻ വേണ്ടി പ്രത്യേക താപ പ്രതിരോധ ശേഷിയുള്ള വസ്തുക്കളാണ് ഈ മിസൈലിന്റെ പുറം ചട്ടയിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി എവിടെയാണ് ഈ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈലുകൾ വിന്യസിക്കുക? പരിശോധിക്കാം. കരയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ തീരപ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന മൊബൈൽ ഓട്ടോണോമസ് ലോഞ്ചറുകൾ, അതായത് MALകൾ വഴിയാണ് ഇത് വിന്യസിക്കുക. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു ശക്തമായ സംരക്ഷണ കുട ഈ ഒരു പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുമെന്നത് സംശയം കൂടാതെ പറയാനാകും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ നോട്ടമുള്ളൊരു കാര്യം. അതെ, ബ്രിട്ടീഷ് വ്യോമ എഞ്ചിൻ നിർമ്മാതാക്കളായ റോൾസ് റോയ്സ് എന്ന ഭീമൻ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിനെ നോട്ടമിട്ടിരിക്കുകയാണ്. ഇന്ത്യയെ തങ്ങളുടെ മൂന്നാമത്തെ ഹോം മാർക്കറ്റായി സ്ഥാപിക്കാനുള്ള നീക്കമാണ് റോൾസ് റോയ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോൾസ് റോയ്സിന് പറയാനുള്ളതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ വ്യോമയാന പ്രതിരോധ മേഖലകളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്നതാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് എഞ്ചിനാണ്, അല്ലെങ്കിൽ എഞ്ചിന്റെ നൂതന ടെക്നോളജിയാണ്. റോൾസ് റോയ്സ് പോലൊരു ഭീമൻ കമ്പനിക്ക് വേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ അനുദിനം വളരുന്ന ഒരു വമ്പൻ മാർക്കറ്റാണ്. ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. രണ്ട് കൂട്ടരുടെയും ആവശ്യങ്ങൾ കൃത്യമായി നിറവേറാൻ പോകുന്നു എന്നത് തന്നെ ഉറപ്പിച്ചു പറയാനാകും. റോൾസ് റോയ്സ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ മൾട്ടി റോൾ കോമ്പാറ്റ് ആവശ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കും. അതായത് യുദ്ധ ആവശ്യങ്ങൾക്കായുള്ള സഹകരണവും അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ, അതായത് വ്യോമയാന ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോ, എയർ ഇന്ത്യ പോലെയുള്ള എയർലൈൻസിനെ സഹായിക്കാനും റോൾസ് റോയ്സിനാകുമെന്നതാണ് വിശ്വസിക്കുന്നത്.